പേരൻസ് മുടി വെട്ടിക്കാൻ കൊണ്ടുപോകും. അപ്പം ആ സലൂണിലിരിക്കുന്ന ആൾക്ക് ക്ഷമ കാണത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വളരെ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ട്രിമ്മർ വെച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ആ സൗണ്ടോ ആ ഇതിനോട് കഴിയും. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് പിന്നീട് അവൻ എന്ത് ചെയ്ത് ഹെയർ കട്ട് ചെയ്യാൻ പോകത്തില്ല. അപ്പൊ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, പേരന്റ് എഡ്യൂക്കേഷൻ ചെയ്യണം. കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് ക്ഷമയുള്ള ഒരു ബാർബർക്ക് പോകാൻ പറയും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയും, അല്ലെങ്കിൽ അവരെ നമ്മൾ പറയും ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് എൻവയറമെന്റലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളുടെ പകുതി പ്രോബ്ലം മാറും. ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ആണ്. പാരന്റ് കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് നോക്കുന്നത്, നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു 3 monthsനകം അമ്മയായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ടോ നോക്കണം. അമ്മയുടെ മുഖത്ത് നോക്കി കുട്ടി ചിരിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം 3 monthsനകത്ത്. അതിനുശേഷം നോക്കേണ്ടത് കുട്ടി ഒരു 3 to 5 monthsനകത്ത് അവന്റെ മോട്ടോ ഡെവലപ്മെന്റ് നോക്കണം. തല ഉറയ്ക്കുന്നുണ്ടോ, കമന്ന് വീഴുന്നുണ്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ അവന് ക്രീപ്പിംഗ് ആകും. ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ ക്രീപ്പ് ചെയ്യാൻ തുടങ്ങും. 7-8 മാസം ആകുമ്പോഴത്തേക്കും നീന്താൻ തുടങ്ങും, പിന്നെ ഇരിക്കാൻ തുടങ്ങും, പിന്നെ ഒരു 10 മാസമൊക്കെ ആകുമ്പോൾ പിടിച്ചിരിക്കാൻ തുടങ്ങും. ഒരു വയസ്സാകുമ്പോൾ പിന്നെ സൗണ്ട്സ് ഉണ്ടോ, പിന്നെ നമ്മൾ 6 മാസമൊക്കെ ആകുമ്പോൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ മറ്റു ശബ്ദങ്ങളോട് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ തുടങ്ങും. 1 വയസ്സാകുമ്പോൾ ഒരു വാക്ക് പറയണം, അമ്മ അല്ലെങ്കിൽ താ, അങ്ങനെ വാക്കുകൾ. 2 വയസ്സാകുമ്പോൾ 2 വാക്ക് ചേർത്ത് പറയണം, ടാറ്റ പോണം. 3 വയസ്സാകുമ്പോൾ 3 വാക്ക് പറയണം, അമ്മ എനിക്ക് വെള്ളം വേണം. അങ്ങനെ 3 വാക്ക് ചേർത്ത് പറയുന്നുണ്ടെന്ന് 3 വയസ്സാകുമ്പോൾ നോക്കണം നമ്മൾ. അപ്പൊ ഈ വേർഡ്സുകളും ഈ സൗണ്ട്സുകളും അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ, മറ്റു കുട്ടികളോട് മിങ്കിൾ ചെയ്യുന്നത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.